അങ്ങനെ ഇതിനകത്ത് ഈ തെളിവുകളൊക്കെ ശേഖരിച്ചു, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. ഇതിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നത് ശ്രീ എൻ കെ ഉണ്ണികൃഷ്ണനാണ്. എൻ കെ ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരെ വക്കീലാണ്. എൻ്റെ മുമ്പിൽ ധാരാളം കേസ് നടത്തിയിട്ടുള്ള ആളാണ്. വളരെ മിടുക്കനായ, പ്രഗത്ഭനായ, വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകനാണ്. നന്നായിട്ട് കേസ് നടത്തും. നന്നായിട്ട് പഠിച്ച് ചെറിയ മെറ്റീരിയലുകൾ പോലും എടുത്ത് പറയുന്ന ഒരു സാധാരണ വക്കീലന്മാർ പലരും വലിയ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. ഇതങ്ങനല്ല. ഇത് ഓരോന്നും ഇഴകീറി പരിശോധിച്ചെടുക്കുന്ന ഒരാളാണ്. എൻ്റെ മുമ്പിൽ ആ സത്യമംഗലം കൊലക്കേസ് അവിടെ വനത്തിൽ വെച്ച് നടത്തി, അതെല്ലാം നടന്ന കൊലക്കേസ്, അതെല്ലാം ഉണ്ണികൃഷ്ണൻ നടത്തിയതാണ്. അപ്പോൾ എനിക്കറിയാം നല്ല കാലിബറുള്ള ഒരു ലോയറാണ്. ഏതായാലും നന്നായിട്ട് ആ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോടതിക്ക് അത് വിശ്വസനീയമായ തെളിവായിട്ട് തോന്നി. അങ്ങനെ ഈ കേസ് കൺവിക്ഷനിലേക്കായി. പിന്നെ ശിക്ഷ ട്രയൽ കോടതി ഇതിന് കൊടുത്തത് വധശിക്ഷയാണ്. വധശിക്ഷ ഇതിന് കൊടുത്തു. അപ്പോൾ വധശിക്ഷ കൊടുത്തെന്ന് പറയുമ്പം അതിൽ വധശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് മെറ്റീരിയൽ, ഒരു ചില കാരണങ്ങൾ വേണം. അതായത് ബച്ചൻ സിംഗ് കേസ്, അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ള ഒരു കേസ്, പ്രമുഖമായിട്ടുള്ള കേസ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ച ഒരെണ്ണമാണ്. ആ കേസിൽ പറഞ്ഞേക്കുന്നത് ഒരു ഡെത്ത് സെൻറ്റൻസ്, അതായത് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവം ആവണം, എന്നാലേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ കൊലക്കേസുകളും ബ്രൂട്ടലാണ്. നമുക്കെപ്പോഴും ബ്രൂട്ടൽ എന്ന് പറയും മർഡർ, വളരെ ശരിയാണ്. എല്ലാ കൊലക്കേസുകളും കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. മനുഷ്യജീവൻ എടുക്കുക എന്ന് പറയുന്നത് ബ്രൂട്ടലാണ്. പക്ഷെ അതുകൊണ്ടായില്ല, അത് അപൂർവങ്ങളിൽ അത്യപൂർവമാവണം. സാധാരണ ഉണ്ടാകുന്ന ഒരെണ്ണം ആരുത്. ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഒപ്പീനിയൻ, ഞാൻ ഈ പറയുന്നത് സുപ്രീം കോടതിയുടെ ഒപ്പീനിയൻ അല്ല. സുപ്രീം കോടതിക്ക് വേറെ പല കാഴ്ചപ്പാട് വിധി കാണും. ഞാൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടോ, ഞാൻ സെഷൻസ് ജഡ്ജിയായിട്ടോ, ഹൈക്കോടതി ജഡ്ജിയായിട്ടോ ഇരുന്ന ഈ കേസിനകത്ത് ഞാൻ വധശിക്ഷ കൊടുക്കും. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം അതിനകത്ത് ഒന്ന്, ഈ നിസ്സഹായയായ ഈ പെൺകുട്ടി, അതിനാരും സഹായത്തിനില്ല. അത് അടച്ചുറപ്പില്ലാത്ത, നല്ല ബലമില്ലാത്തൊരു വീട്ടിൽ കഴിയുകയാണ്. അതിൻ്റെ ആരും വേറെ അടുത്തില്ല, അമ്മയില്ല, ആരുമില്ല ആ സമയത്ത്. അങ്ങനെയുള്ള സമയത്ത് ഇതിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇതിനെ ഇതുപോലെ ചെയ്ത് ബലാത്സംഗം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് മുറിവേൽപ്പിച്ചിട്ട് അതിനെ വളരെ കഷ്ടപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ് അത് ഒന്നത്. അതായത് ഒരു ഗ്രൂസം മർഡർ എന്ന് നമ്മൾ പറയാവുന്ന ഒരു കൊലപാതകമാണ്. പിന്നെ അത് മാത്രമല്ല, കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റി, സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തും പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു കൊലപാതകമൊന്നും സമൂഹ മനസാക്ഷിയൊന്നും ഞെട്ടിക്കത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഒരാളെ ഒന്ന് ബോംബ് എറിഞ്ഞ് കൊല്ലുന്നു, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു, അതൊന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കത്തൊന്നുമില്ല. കാരണം അവരതിനു വേണ്ടി ഇറങ്ങിപ്പോകുന്നവരാ പലപ്പോഴും. അപ്പം നേരെ മറിച്ച് ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു പെൺകുട്ടി വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരെണ്ണം, അതിലെ ഒരുത്തൻ വന്ന് കയറി, ഇതുപോലെ കയറി അതിക്രമിച്ച് കയറി ഇതിനെ ബലാത്സംഗം ചെയ്യുന്നു, ഇതുപോലെ പരിക്കേൽപ്പിക്കുന്നു, കൊലപ്പെടുത്തുന്നു. വളരെ കാഠിന്യമായുള്ള പരിക്കുകളാണ് ഏൽപ്പിക്കുന്നത്, മുഴുവൻ കഠിനമായ പരിക്കുകൾ ഏൽപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അതൊരു സ്പെഷ്യൽ റീസണാണ്. അപ്പോൾ ഒരു ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെയറസ്റ്റ് എമംഗ് റെയർ ആവണം. ഈ റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് പറയുന്നതിനകത്ത് സ്പെഷ്യൽ റീസൺസ് കാണണം, അതായത് പ്രത്യേക കാരണങ്ങൾ കാണണം അതിന്, എന്നാലേ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രത്യേക കാരണങ്ങളാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്ന പ്രത്യേക കാരണങ്ങൾ. പിന്നെ അതുപോലെ ഇത് മാത്രമല്ല, ഇതിനകത്ത് എന്താ അറിയോ, അതായത് ഈ അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. സാധാരണ ചിലപ്പോൾ ഒരു കൊലപാതകം നടത്തുന്നു, ഒരാൾ ഒരുത്തനെ തന്തയ്ക്ക് വിളിക്കുന്നിരിക്കട്ടെ, അവയെ അങ്ങ് കുത്തിക്കൊല്ലുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു സ്പർ ഓഫ് എ മൂവ്മെൻറ്റ്, അത് സഡൻ ഗ്രേവ് പ്രൊവോക്കേഷൻ ആവത്തില്ല ഇവിടെ, എന്നാലും ഒരു സ്പർ ഓഫ് എ മൂവ്മെൻറ്റിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഇതങ്ങനല്ല, ഇത് കരുതി കൂട്ടിയാണ്, കത്തിയും കൊണ്ടുവന്നേക്കാണ്. നോക്കുമ്പോൾ എന്താണെന്നറിയോ, അവന് ഇതുപോലെ ഈ സെക്ഷൽ ലസ്റ്റ് അവനത് തീർക്കണം. അവൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ പെൺകുട്ടി, അവൻ നേരത്തെ ഇത് ശ്രദ്ധിച്ച് കാണും. നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടി, നേരെ കയറി ആദ്യം ഇതുപോലെ അതിനെ കീഴ്പ്പെടുത്തി, ഇങ്ങനെയൊക്കെ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞു കൊലപ്പെടുത്തി. അപ്പോൾ ഇത് ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റഡ് മർഡർ ആവും ഇത്. അങ്ങനെ വരുമ്പോൾ
അത് യഥാർത്ഥത്തിൽ അതും സ്പെഷ്യൽ റീസണാണ്. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ റീസൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ്, ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കേസ്, പിന്നെ ഇവനെന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ക്രിമിനലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയല്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തെ കാരണങ്ങൾ റയറസ്റ്റ് എമംഗ് റയർ ആവാം. ഞാൻ പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയാൻ കാര്യമുണ്ട്. പലപ്പോഴും ഇത് ഹൈക്കോടതി വരെ ഈ കൺഫർമേഷനിൽ എത്തി നിൽക്കും. അത് കഴിഞ്ഞാൽ ഇനി സുപ്രീം കോടതിയിലേക്ക് ഈ പ്രതിക്ക് പോകാം, SLP കൊടുക്കാം. ആ SLP അഡ്മിറ്റ് ചെയ്തെടുത്ത് അപ്പീലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് SLP അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കും. പക്ഷേ ഇതിനകത്തൊക്കെ അഡ്മിഷൻ കിട്ടും സാധാരണഗതിയിൽ. കാരണം ഹൈക്കോടതിയുടെ വിധിയോടുകൂടിയേ ഇത് വിധിയാവുന്നുള്ളൂ. അതുവരെ ഇത് കൺഫർമേഷൻ കിടക്കല്ലേ. ഇപ്പോൾ കൺഫേംഡായി, യഥാർത്ഥ ജഡ്ജ്മെൻ്റായി. ഇനി അതിന് കൊടുക്കുമ്പോൾ SLP കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അഡ്മിറ്റ് ചെയ്യും, അപ്പീലായിട്ട് എടുക്കും. ആ അപ്പീലിൽ ഇനി തീരുമാനം എടുക്കുമ്പോൾ സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സുപ്രീം കോടതി പലപ്പോഴും പല കേസുകളിലും അതൊരു നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ കേസിലൊക്കെ ഇതിനകത്ത് സുപ്രീം കോടതി ഇത് കൺഫേം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. സാധാരണഗതി സംഭവിക്കാറില്ല, പിന്നെ സംഭവിച്ചുകൂടുന്നില്ല. ഇത് ഈ രീതിയിൽ വിലയിരുത്തിയാൽ മാത്രമേ ഇത് ഇങ്ങനെ ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. ഇത് കൺഫേം ചെയ്യപ്പെടണം എന്നില്ല പലപ്പോഴും. അത് ഇനി അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാലും സുപ്രീം കോടതി അത് കൺഫേം ചെയ്താലും പ്രതിക്ക് പിന്നെയും കൊടുക്കാം, റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അതുകൂടാതെ അതും തള്ളിപ്പോയി കഴിഞ്ഞാൽ പ്രസിഡൻ്റ് അടുത്ത് ദയാഹർജി കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മാർഗങ്ങൾ. അപ്പോൾ ഇത് ഞാൻ സുപ്രീം കോടതിയിൽ നിന്നൊരു കൺഫർമേഷൻ ഇതിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കിട്ടിയാൽ ഭാഗ്യം, ഇത്രയേ ഉള്ളൂ.